ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിതാ കുറച്ച് പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുതിയ പശുക്കളാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ള പുതിയ പശു എന്ന് പറയുന്നത്. നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ആള്. പക്ഷേ പാവം പിടിച്ചിട്ടുള്ള ഒരു പശുവാണ്. ഒരു ശല്യമില്ല കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും അവളെ കൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. പാവം പിടിച്ച ഒരു പശുവാണ് കേട്ടോ. അപ്പോൾ കാങ്കേയത്തിൽ ക്രോസ് ആണ് കേട്ടോ പശു വരുന്നത്. ഫുള്ളായിട്ട് ചുമപ്പ് നിറമാണ്, ഒരു കാപ്പി കളറോട് കൂടിയിട്ടുള്ള നിറത്തിലാണ് കേട്ടോ പശു വരുന്നത്. ഇവൾക്ക് 12 ലിറ്ററാണ് ഇപ്പോൾ പാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 12 ലിറ്ററും ഉച്ചരിഞ്ഞിട്ട് 7 ലിറ്ററും പാലാണ് കേട്ടോ ഇപ്പോൾ ഇവൾക്ക് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല് എന്ന് പറയുന്നത്. ഇവൾ പ്രസവിച്ചിട്ട് ഇന്നത്തേക്ക് 28 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് കേട്ടോ ഇവളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല മടിയും കാമ്പാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം കറന്ന് വിട്ടതേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ മടിയൊക്കെ ചുങ്ങി നിൽക്കുന്നത്. പക്ഷെ ചുരത്തി കഴിഞ്ഞാൽ നല്ല മടിയും കാമ്പാണ് കേട്ടോ. നല്ല നീളത്തിലുള്ള കാമ്പും നല്ല വലിയ ഹോളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറവും കഴിയും കേട്ടോ. നടക്കാൻ ചെന്നിരുന്നാലായാലും യാതൊരുവിധ ശല്യവും ഇല്ല. കാരണം ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളോ, ഒരു പാവം പിടിച്ച പശു എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പശുവാണ് കേട്ടോ. യാതൊരുവിധ കുത്തേ ചവിട്ടേ ബഹളങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ശാന്തത നിറഞ്ഞിട്ടുള്ള ഒരു പശുവാണ് കേട്ടോ. നമുക്ക് ചുരത്താനായാലും കറക്കാനായാലും ഒന്നും യാതൊരുവിധ ശല്യവും അവൾക്കില്ല. നമ്മൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ, കുട്ടീനെ വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചുരത്തി തരും. പക്ഷേ രണ്ടാം ചുര ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പാല് കൂടുന്ന പശുക്കൾക്ക് അങ്ങനെ തന്നെയാണല്ലേ. കുറച്ച് പാല് ചുരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് കുട്ടീനെ വിട്ടിട്ട് ഇതാക്കുമ്പോഴാണ് കേട്ടോ രണ്ടാം ചുര കിട്ടുന്നത് നമുക്ക്. അപ്പോൾ 2 ചുരയുള്ള പശുവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഇവൾ ചുരത്തി തരുന്നത്. അത് കുറച്ച് നീണ്ടു വരുമ്പോൾ കറക്റ്റ് ആവുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവൾക്കുള്ള കുട്ടി എന്ന് പറയുന്നത് മൂരുംകുട്ടിയാണേ. അപ്പോൾ മൂരുംകുട്ടിയാണ് ഇവൾക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു മോനാണ് കേട്ടോ. നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു മോനാണ്. യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാത്തൊരു മോനാണ്. നമുക്ക് പിടിച്ച് വലിച്ചോട് അങ്ങനത്തെ യാതൊരുവിധ ബഹളങ്ങളും ഇല്ല കേട്ടോ. ഭയങ്കര സ്നേഹത്തിലുള്ള ഒരു മോൻ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവനെ കെട്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഇവനെ അഴിച്ചിട്ട് വളർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം മുതലേ ഒരു 8-9 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ കുറേശ്ശെ കെട്ടിയിടാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റേതായൊരു ക്ഷീണമൊക്കെ അവന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ എപ്പോഴും വിട്ട് പഠിപ്പിക്കുന്നത് നല്ലതല്ലല്ലോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ചെനയും കറവും പശുവാണ് കേട്ടോ. വെള്ളയും കറുപ്പും ചെന പശുവാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവൾക്ക് നിലവിൽ 4 ലിറ്റർ പാലാണ് രാവിലെ കിട്ടുന്നത്. ഉച്ചരിഞ്ഞിട്ട് 2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഇവൾക്ക് നിലവിൽ ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ 2 സുന്ദരി മക്കൾ. ഇവളെന്നെ കാണാനായാലും നല്ല ഭംഗിയുള്ള ഒരു പശുവാണ് കേട്ടോ. നല്ല വെള്ളയും കറുപ്പോട് കൂടിയിട്ട്, കറുപ്പാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. കാമ്പായാലും നല്ല 4 കാമ്പും നല്ല ഭംഗിയുള്ള 4 കാമ്പുകളാണ്. നല്ലോണം ചുരപ്പായാലും നല്ല ചുരപ്പാണ്. ഇവളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ വെച്ചാലാണ് ഇവൾ ചുരത്തുള്ളൂ എന്നതാണ് കേട്ടോ ഇവളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. തീറ്റ വെച്ച് ചുരത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറന്നെടുക്കാനായിട്ട് പറ്റും. തീറ്റ വെക്കാതെയാണ് നമുക്ക് ചുരത്തി തരികയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് സമയം നമുക്ക് അവളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തീറ്റ വെച്ചിട്ടാണ് കേട്ടോ ഇവളെന്നെ ചുരത്തിയെടുക്കുന്നത്. നമ്മൾ കേരള ഫീഡ്സ്, ഒരു പാത്രം കേരള ഫീഡ്സ് ഇവൾക്ക് കറക്കണ നേരത്ത് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ കറന്നെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഒരു പാത്രം കുറവാണ് കേട്ടോ ഇവൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവളുടെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. നല്ല ഹൈറ്റും ഓവർ ഹൈറ്റ് എന്ന് പറയാനില്ല, അത്യാവശ്യം മീഡിയം ഹൈറ്റ്, നല്ല മേനിയോട് കൂടിയിട്ടുള്ള നല്ലൊരു മോളാണ് കേട്ടോ. യാതൊരുവിധ ബഹളങ്ങളും ഇല്ല. പറയുന്ന പോലെ കൊമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുത്തുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല കേട്ടോ. നമ്മളതിനെ ഭയങ്കര ശാന്തതയുള്ള പശുക്കളാണ്. വെള്ളം കുടിക്കായാലും തീറ്റ തിന്നാനായാലും യാതൊരുവിധ ബഹളങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സാവധാനം എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യുന്ന 2 പശുക്കളാണ് നമുക്ക് ഇന്നത്തെ പുതിയ അതിഥികൾ.